ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, 3 മണി സമയത്തിൻ്റെ ആത്മീയ പ്രത്യേകതയും പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചിന്തിക്കാൻ പോകുന്നത്. ബൈബിളിൽ 3 മണി സമയം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സമയമായാണ് കണക്കാക്കുന്നത്. കാരണം യേശുക്രിസ്തു മരിച്ചത് ഏകദേശം 3 മണിയോടെയാണ്. അത് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി നടന്ന ഏറ്റവും വലിയ ബലിയായിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ 3 മണിയെ കരുണയുടെ സമയമായി കരുതുന്നു. ഈ സമയം ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഓർക്കുന്ന സമയമാണ്. 3 മണിക്ക് പ്രാർത്ഥിക്കുക എന്നത് ഒരു നിയമമല്ല. ദൈവം ഏതു സമയത്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. പക്ഷേ ചിലർ ഈ സമയം തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം നമ്മോടുള്ള യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നിൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാൽ നിന്റെ പ്രാർത്ഥന ഒരിക്കലും വെറുതെയാകില്ല. നീ ഹൃദയത്തിൽ നിന്നും ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവം അത് കേൾക്കുന്നു. ഈ വചനം കേൾക്കുന്ന പലരും ഈ സമയം ഒരു കഷ്ടത്തിലായിരിക്കാം. എന്നാൽ ഒരു ചെറിയ പ്രാർത്ഥന പോലും നിന്റെ ജീവിതം മാറ്റാൻ കഴിയുന്ന ശക്തിയുണ്ട്. നിങ്ങൾ ഈ നിമിഷം എവിടെയായിരുന്നാലും ആയിരിക്കുന്നിടത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കൂ: കർത്താവേ, എനിക്ക് ശക്തി തരണമേ. എൻ്റെ ജീവിതം നിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ഉറപ്പായും നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നീ ഹൃദയത്തിൽ നിന്ന് പറയുന്ന ഒരു വാക്കുപോലും ദൈവം നിനക്ക് നിന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാക്കി മാറ്റും. സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ല സമയം നിന്റെ ഹൃദയം ദൈവത്തെ അന്വേഷിക്കുന്ന സമയമാണ്. പക്ഷേ 3 മണി സമയം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയാണ്. അതുകൊണ്ട് ആ സ്നേഹത്തെ വിശ്വസിച്ച് പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നാൽ ഉറപ്പായും 3 മണി സമയവും നിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നടക്കുന്ന സമയമായി മാറും. ഉറപ്പായും നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. 3 മണി സമയം നീ പ്രാർത്ഥിച്ചാൽ നിൻ്റെ ഹൃദയം ദൈവത്തോട് തുറന്നു കാണിക്കുവാൻ നിനക്ക് കഴിയും. നിൻ്റെ മനസ്സിൽ മറ്റു ചിന്തകളൊന്നുമില്ലാതെ ദൈവത്തോട് മാത്രമായി സംസാരിക്കാൻ നിനക്ക് ഈ 3 മണി സമയത്ത് കഴിയും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് കാണിക്കുന്ന ഈ 3 മണി സമയം നമ്മുടെ ഹൃദയങ്ങളെ മുഴുവനായിട്ട് ദൈവത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് മറ്റ് സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ പല കാര്യത്തിലേക്ക് വഴിമാറിപ്പോകും. അതുകൊണ്ട് പുലർച്ചെ 3 മണി സമയത്ത് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കാം. നമ്മെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.